ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ പ്രകാശൻ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ കാർത്തികയും ലക്ഷ്മിയമ്മയും കാദംബരിയും കല്യാണിയും കൂടി താഴേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ വന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ താഴെയാണെങ്കിൽ നമ്മുടെ അമലും ഒക്കെ നിൽക്കുന്നുണ്ട്, അമ്മൂമ്മയും പ്രകാശനും. അങ്ങനെ അവരവിടെ വന്ന് നിൽക്കുകയാണ്. വന്ന പാടെ തന്നെ പ്രകാശൻ, അതായത് കാർത്തികയോടായിട്ട് ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, അമ്മൂമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കുമോള് എന്ന് പറയുകയാണ്. അപ്പോൾ ദക്ഷിണരുടെ തട്ട് ഈ പറയുന്ന കാദംബരിയുടെ കയ്യിലാണുള്ളത്. അതിൽ നിന്നും വെറ്റിലയും അടക്കയും എടുത്തിട്ട് നമ്മുടെ അമ്മൂമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കുകയാണ്. അമ്മൂമ്മ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. അതിനുശേഷം പ്രകാശിന് ദക്ഷിണ കൊടുക്കുന്നുണ്ട്, പ്രകാശനും അനുഗ്രഹിക്കുകയാണ്. പിന്നെ ലക്ഷ്മി അമ്മയ്ക്കും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. എന്തായാലും അതിന് ശേഷം അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ കാർത്തു പൊട്ടിക്കരയുകയാണ്. ലക്ഷ്മി അമ്മയും അവളെ കെട്ടിപ്പിടിച്ച് കരയുകയും സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി എന്തായാലും വൈകേണ്ട, വാ നമുക്ക് ഇറങ്ങാം എന്ന് പറയുകയാണ്. അതേ സമയത്ത് അവിടെ വണ്ടിയൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എല്ലാവരും വണ്ടിയിൽ അങ്ങനെ കയറുന്നുണ്ട്. അപ്പോൾ കാർത്തു ചോദിക്കുന്നുണ്ട്, അല്ല കിരൺ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ കിരൺ സാറ് ഹാളിൻ്റെ ആ ഭാഗത്ത് പരിസരത്ത് കറങ്ങി നടക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ എന്നാ പോവാം, ഇനി വൈകിക്കേണ്ട എന്നും പറഞ്ഞിട്ട് അവരങ്ങനെ കാറിൽ കയറി അവിടെ നിന്നും പോകുകയാണ്. അതേ സമയത്താണെങ്കിൽ കിരൺ അവിടെ ഹാളിൻ്റെ അവിടെ ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താണ്, വല്ല പ്രശ്നം വല്ലതുണ്ടോ, ആരെങ്കിലും നിരീക്ഷിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും മുകളിൽ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഹരിസാറ് വരുന്നുണ്ട്. അപ്പോൾ ഹരിസാറ് പറയുകയാണ്, സാറേ അവരൊക്കെ വരാറായില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, എന്നെ ഒന്നിനും വിളിക്കേണ്ട, ഞാൻ ഇവിടെ നോക്കി നിന്നോളാം, ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചോളാം, അവിടെ അവർ വരുന്നവരൊക്കെ സ്വീകരിക്കണം എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുകയാണ്. അങ്ങനെ ഹാളിലേക്ക് വരികയാണ് കാറ്. നമ്മുടെ കാർത്തികയുടെ ഒക്കെ കാറ് വരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്നും ഇറങ്ങി, കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി അകത്തേക്ക് കയറാം എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് പെട്ടെന്ന് അവിടേക്ക് ഒരു ബൈക്ക് വരുന്നത്. അതായത് ഗംഗപ്രസാദിൻ്റെ കൂട്ടുകാരൻ തന്നെയാണ്. അവൻ ഈ ഒരു കാഴ്ച കാണുകയാണ്. അവൻ അങ്ങനെ തലയിലുള്ളായിരുന്ന ഹെൽമെറ്റ് പതുക്കനെ ആ ഗ്ലാസ് എടുത്ത് മാറ്റിയിട്ട് ആ ഒരു കാഴ്ച കാണുകയാണ്. അപ്പോൾ കൂടെയുള്ളത് കാർത്തു ഒക്കെയാണെന്ന് അവന് തിരിച്ചറിയുകയും പ്രകാശൻ അവൻ നോക്കുന്നത് കാണുമ്പോൾ പ്രകാശൻ അവനെ ആരടാത് എന്ന് ചോദിച്ചിട്ട് പിടിക്കേ രതീഷ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പുറകെയായി ഓടുന്നുണ്ട്. പക്ഷെ അവൻ അപ്പോഴേക്കും വണ്ടി എടുത്ത് അവിടെ നിന്നും പായുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രകാശൻ രതീഷിനോട് പറയുന്നുണ്ട്, ആരോ മണത്തറിഞ്ഞല്ലോ മോളുടെ വിവാഹമാണെന്നുള്ളത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിൽക്കണ്ട, എന്താ മോൾ അവിടെ തന്നെ നിൽക്കണം, അകത്തേക്ക് കയറും മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് അവരെ കയറ്റുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ദിലീപിനെ തന്നെയാണ് കാണിക്കുന്നത്, ദിലീപും അമ്മയെയും. അപ്പോൾ അവരും ഇതുപോലെ തന്നെ ദക്ഷിണൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇനി ഇറങ്ങിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെയും വണ്ടി അവിടേക്ക് എത്തുകയാണ്. അപ്പോൾ ദിലീപിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, അവിടെ ചെന്നിട്ട് അമ്മ അവരോട് ദേഷ്യമൊന്നും കാണിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ, ഇല്ല മോനെ, എന്തിനാ ഞാൻ അങ്ങനെ ചെയ്യുന്നത്, എന്തായാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് അവരോടൊക്കെ പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ എനിക്ക് അങ്ങനെ, എന്തായാലും എൻ്റെ മോൻ്റെ കല്യാണം ഭംഗിയായി നടന്നാൽ മതി, അതൊക്കെ ആലോചിക്കുമ്പോൾ മാത്രമേ എനിക്കൊരു ടെൻഷനുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അമ്മ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെല്ലാവരും വന്ന കാറിൽ കയറിയിട്ട് അങ്ങനെ പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ ഗംഗ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഗംഗ തലയിൽ ഒരു വിഗും അതുപോലെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കല്യാണം കണ്ട അവൻ വേഗം തന്നെ അവിടേക്ക് എത്തുകയാണ്. അപ്പോൾ അവൻ വന്ന പാടെ തന്നെ പറയുന്നുണ്ട്, ചതിച്ചു എന്ന് പറയുകയാണ്. എല്ലാം പൊളിഞ്ഞു എല്ലാം പ്രശ്നമായി എന്ന് പറയുമ്പോൾ, എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട് ഗംഗ. അതെ, ഗംഗയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, എന്താടാ നീ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. കാര്യം തെളിച്ച് പറയടാ എന്ന് ഗംഗ ചൂടായിട്ട് ഇങ്ങനെ പറയുകയാണ്. അപ്പം പറയുന്നുണ്ട്, അതെ ആ കാർത്തികയുടെ വിവാഹമാണ് ഇന്ന്, ഞാൻ അവരെ വ്യക്തമായി കണ്ടു എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു ഹാളിലേക്ക്, അവിടെയുള്ള ഹാളുണ്ടല്ലോ, അവിടേക്ക് ഒരു കല്യാണക്കൂട്ടർ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ അവിടെ ഒന്ന് വെറുതെ കറങ്ങിയതാണ്. അപ്പോൾ ആ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാർത്തികയാണ്, അണിഞ്ഞൊരുങ്ങി കല്യാണപ്പെണ്ണായിട്ടാണ് അവൾ ഇറങ്ങുന്നത്. നീ കണ്ടത് അവളെയൊന്നും ആവില്ലടാ എന്നും പറഞ്ഞ് അവനെ ഷർട്ടിൻ്റെ കുത്തനെ പിടിച്ച് അവനെ തല്ലാൻ പിടിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മറ്റുള്ളവർ, നീ വിട് അവനെ, നീ എന്തിനാ അവനെ തല്ലാൻ പിടിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കണ്ടത് അവരെ തന്നെയാണ്, അവളാണ് അതിൽ നിന്ന് ഇറങ്ങിയത്, പിന്നെ ആ കല്യാണിയും അവരുടെ അമ്മയും എല്ലാവരും ഉണ്ട്, ഞാൻ കണ്ടത് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല, ഞാനിത് സമ്മതിക്കില്ല, അവളുടെ കഴുത്തിൽ ആര് താലി കെട്ടാനും ഞാൻ സമ്മതിക്കില്ല, ആരാ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല എന്ന് അച്ചക്കൻ പറയുന്നുണ്ട്. അപ്പം
ദിലീപ് തന്നെ ആയിരിക്കോ ഇനിയിപ്പോൾ എല്ലാവരുടെയും കണ്ണ് മൂടിക്കെട്ടിയിട്ട് അവളെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചോ, അതീവ രഹസ്യമായി തന്നെ. അത് ശരി, എന്നാലേ അത് നടക്കില്ല, ഞാനതിന് അവരെ അനുവദിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവൻ അത്രയ്ക്ക് അങ്ങ് വലിയ മാന്യനായി വലിയ ഇതാവാൻ നോക്കണ്ട, അങ്ങനെ അവനെ ഞാൻ സമ്മതിക്കില്ല എന്ന്. അവൻ കഴുത്തിൽ താലി കെട്ടാൻ നിൽക്കുമ്പോൾ അവളെ കഴുത്തിൽ തല ഉണ്ടായിരിക്കില്ല, അത് ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലാണ് നമ്മുടെ ഗംഗ നിൽക്കുന്നത്. വാടാ നമുക്ക് പോവാടാ, അപ്പം എങ്ങനെ അവിടേക്ക് എത്തും, അതൊക്കെ നമുക്ക് എങ്ങനെയും എത്തിക്കാടാ, അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ വേഷം മാറുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന കിരൺ വീണ്ടും ഈ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്, ആരെങ്കിലും കാണുന്നുണ്ടോ പിടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ കാണേണ്ടവരൊക്കെ കാണുകയും ചെയ്തു, അറിയേണ്ടവരൊക്കെ അറിയുകയും ചെയ്തു. എന്ത് കിരൺ ചെയ്തിട്ടും വലിയ ബിൽഡപ്പ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. എന്തായാലും അപ്പോഴേക്കും അവിടേക്ക് രതീഷും അതുപോലെ നമ്മുടെ വേലുവും കൂടി വരികയാണ്. എന്താ കിരൺ സാറേ, അപ്പം ഞാനിവിടെ തന്നെ നിന്നോളാം, എന്തായാലും അവർ വരുമ്പോൾ ആങ്ങളുടെ സ്ഥാനത്ത് സ്വീകരിക്കാൻ അവൻ ഇവിടെ ഇല്ലല്ലോ, അവൻ ജയിലിലല്ലേ. അപ്പോൾ രതീഷാണ് അവനെ ദിലീപിനെ മാലയിട്ട് സ്വീകരിക്കേണ്ടത്, വേഗം ചെല്ലു അടിയിലേക്ക് എന്ന് പറയുമ്പം വേലു പറയുന്നുണ്ട്, ഞാൻ സാറിൻ്റെ കൂടെ നിന്നോളാം, വേണ്ട ഇവിടെ ഞാൻ മാത്രം മതി, നിങ്ങൾ അടിയിലേക്ക് ചെല്ല്, താഴെയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിരൺ അവരെ താഴോട്ട് പറഞ്ഞേക്കാണ്. അപ്പോഴേക്കും വരനും കൂട്ടരും അവരേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വരൻ അമ്മയും ദിലീപൊക്കെ അവിടെ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇവരെല്ലാവരും താലമൊക്കെ ആയിട്ട് സ്വീകരിക്കാൻ ചെല്ലുകയാണ്. അതുപോലെ തന്നെ രതീഷ് താലത്തിൽ നിന്ന് കാദംബരിയുടെ കയ്യിലിരിക്കുന്ന താലത്തിൽ നിന്ന് മാലയെടുത്ത് ദിലീപിനെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ബൊക്ക കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പനിനീര് തെളിച്ച് അവരെ അകത്തേക്ക് സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ഗംഗയെ കൂട്ടുകാരെയും കാണിക്കുന്നുണ്ട്. അവരങ്ങനെ 2 ബൈക്കിലായിട്ട് പാഞ്ഞു വരികയാണ്. അപ്പോൾ വന്ന് പറഞ്ഞ ആ ഒരു പയ്യനില്ല, ബാക്കി 3 പേര് മാത്രമാണുള്ളത്. അപ്പോൾ അവിടെ വഴിയരികിൽ റോഡ് സൈഡിലായിട്ട് ഒരു ആംബുലൻസ് അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ആംബുലൻസിൻ്റെ ഡ്രൈവർ പുറത്തിറങ്ങിയിട്ട് ഫോണിൽ ഇങ്ങനെ വീഡിയോസോ മറ്റോ കണ്ടുകൊണ്ട് ഇങ്ങനെ ആംബുലൻസിന് ചാരി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരുത്തൻ ചെന്ന് പറയുന്നുണ്ട്, ചേട്ടാ അവിടെ 1/2 കിലോമീറ്റർ നീങ്ങിയിട്ട് അവിടെ വലിയൊരു ആക്സിഡൻറ്റ് നടന്നു, തലയ്ക്കാണ് പറ്റിയത്, ചേട്ടനൊന്ന് വരണമെന്ന് പറയുമ്പോൾ ശരിയെന്നും പറഞ്ഞ് അയാൾ വേഗം ആംബുലൻസ് എടുക്കാൻ വേണ്ടി ആ ഡോറ് തുറക്കുമ്പോൾ ആ ഡ്രൈവറുടെ സീറ്റ് തുറക്കുമ്പോൾ തന്നെ അതിൽ ഗംഗ ഉണ്ടായിരിക്കും. ഗംഗ ആ ഡ്രൈവറെ തലയ്ക്കടിച്ച് അപ്പം തന്നെ ബോധം കെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഗംഗ മറ്റവരോട് പറയുന്നുണ്ട്, വേഗം തന്നെ അവൻ്റെ കൈയും കാലും കെട്ടി വായയിൽ എന്തെങ്കിലും തുണി തിരികെ പുറകിൽ ഇട്ടേക്കടാ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരങ്ങനെ ചെയ്യുകയാണ്. എന്നിട്ട് വേഗം തന്നെ മാസ്ക് ഒക്കെ വെക്കുന്നുണ്ട് ഗംഗ. അതുപോലെ തന്നെ ഒരു തൊപ്പിയും ഒരു വിഗും ഒക്കെ വെച്ചിട്ട് ഇനി എന്താ പരിപാടി, എങ്ങനെ അവിടേക്ക് കയറിപ്പറ്റും, അതെങ്ങനെയെങ്കിലും കയറിപ്പറ്റാം, എന്തായാലും എല്ലാവരും അകത്തായിരിക്കും ശ്രദ്ധ, ഞാൻ എന്തായാലും അകത്ത് എങ്ങനെയെങ്കിലും കയറിപ്പറ്റിക്കോളാം, എന്തായാലും ഞാൻ അവരുടെ വിവാഹം നടത്തില്ല, അത് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ് ആ ആംബുലൻസും എടുത്തിട്ട് നമ്മുടെ ഗംഗ പായുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന ഹാളിലേക്ക്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ ഇവൻ പ്രകാശൻ ദിലീപിനോട് പറയുന്നുണ്ട്, മോനെ നിന്നെ ഞാൻ ശരിക്കും നീ നല്ലൊരു കുട്ടി തന്നെയാണ്, ഈ കല്യാണത്തിൽ നിന്ന് ഒഴിയുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്, പക്ഷേ അത് ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, എനിക്ക് കാർട്ടൂൺ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം ദിലീപ് അങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മൂമ്മ ദിലീപിൻ്റെ അമ്മയോട് പറയുകയാണ്, മോളല്ല മറ്റൊരു അമ്മയാണ് സ്ഥാനത്തുനിന്നെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് മോനെ പിന്തിരിപ്പിച്ചേനെ, അത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടാണെങ്കിൽ പോലും ആ മകനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചേനെ, മോളെയൊക്കെ ഞങ്ങൾ ശരിക്കും കൈ തൊഴേണ്ട അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്ക്, നിങ്ങളുടെയൊക്കെ മനസ്സ് അത്ര നല്ല മനസ്സാണ് എന്നൊക്കെ ഇങ്ങനെ ഭാനുമതി അമ്മ ദിലീപിൻ്റെ അമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡൊക്കെ അവസാനിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.